अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिना सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। आज मैं फिर आपको सहाबा हज़रत मसीह मौऊद अलैहिस्सलाम की मजलिस में लेकर जाऊँगा। उनकी रवायात जो बयान कर रहा हूँ, ये रवायात एक अजीब नक्शा खींचती हैं उन लोगों के ईमान का और इसी तरह हज़रत मसीह मौऊद अलैहिस्सलाम की मजालिस का। കൂടാതെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ സദസ്സുകളും ഇവ ചിത്രീകരിക്കുന്നുണ്ട്. ഹസ്രത്ത് തുറൈബ് ഷാ സാഹിബ്, ഇദ്ദേഹം ഹസ്രത്ത് ഹുസൈൻ അലി ഷാ സാഹിബിന്റെ മകനാണ്. ഇദ്ദേഹം പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ എനിക്ക് വളരെ ചുരുക്കം അവസരങ്ങൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. കാരണം എന്റെ തൊഴിലിൽ അവധി വളരെ കുറച്ചു മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. ഞാൻ സ്വപ്നാടിസ്ഥാനത്തിലാണ് ബയത്ത് ചെയ്തിരുന്നത്. ഹെഡ്വേർഡ്സ്, മാത്തുപൂർ, അവിടെ നിന്നുമാണ് ഹെഡ് ബാരിദ്വാർ നദി ഒഴുകുന്നത്. പ്രസ്തുത സ്ഥലത്തായിരുന്നു എനിക്ക് നിയമനം ലഭിച്ചിരുന്നത്. സർക്കാർ ക്വാർട്ടേഴ്സിന്റെ മുറ്റത്ത് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിന്റെ മതിലിനു മുകളിലൂടെ ഒരു കൂട്ടം മാന്യജനങ്ങൾ കടന്നു പോവുകയുണ്ടായി. അവരുടെ മുന്നിൽ ഒരു സുന്ദരരൂപിയും മനോഹര വസ്ത്രധാരിയും കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമാർന്ന കിരീടധാരിയും ആയ ഒരു മഹാത്മാവ് നടക്കുന്നുണ്ടായിരുന്നു. അവർ എന്റെ ക്വാർട്ടേഴ്സിന്റെ മട്ടുപ്പാവിലേക്ക് കയറി വന്നു. ഒരു ജാഥ പോവുകയായിരുന്നു. ഒരു ജനക്കൂട്ടത്തിന്റെയും അതിന്റെ സാരഥിയുടെയും രൂപമാണ് ഇവിടെ ഇദ്ദേഹം ചിത്രീകരിക്കുന്നത്. അവർ മതിലിനു മുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. അവർ കാഹളത്തിലൂടെ ബാങ്ക് വിളിച്ചു. അതിന്റെ ശബ്ദം ദൂരദിക്കുകളിൽ കേൾക്കാമായിരുന്നു. അതിനുശേഷം അവർ നമസ്കരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. മതിലിനു മുകളിലൂടെ തന്നെ അവർ തിരികെ പോവുകയുണ്ടായി. ഇദ്ദേഹം സ്വപ്നമാണ് ഇവിടെ വിവരിക്കുന്നത്. പറയുന്നു, എന്റെ കട്ടിലിനരികിലൂടെ അവർ പോകുന്ന നേരത്ത് എന്നെ ആ നേതാവ് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദര, മാലിന്യ വിസർജ്യങ്ങൾ അകത്തുള്ളത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കളയുക. ഞാൻ പ്രതിവചിച്ചു, ശരി, നല്ല കാര്യം തന്നെ സാഹിബേ. ആ മഹാത്മാവ് നടന്നകന്നപ്പോൾ പിറകിലുണ്ടായിരുന്നവരോട് അദ്ദേഹം ആരാണെന്ന് ഞാൻ ആരാഞ്ഞു. അവരിലൊരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്കറിയില്ലേ ഇത് ഹദർത്ത് മിർസ സാഹിബാണ്. അന്ന് തന്നെ സുബഹി നേരത്ത് എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഖാൻ സാഹിബ് മർഹൂം എന്റെ വാതിൽക്കൽ വന്നു മുട്ടി. ഞാൻ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷാ സാഹിബ്, താങ്കൾ അഹമ്മദിയായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? പറഞ്ഞു, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. താങ്കൾ ചികിത്സാലയത്തിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അകത്തുപോയി പെട്ടി തുറന്ന് അതിൽ നിന്നും ഒരു ഗൗൺ എടുത്ത് താങ്കളെ അണിയിക്കുകയുണ്ടായി.
അത് താങ്കൾക്ക് വളരെ കൃത്യമായിരുന്നു. खूबसूरत उम्दा അതിൽ ഞാൻ സുന്ദരവും നിലവാരമുള്ളതുമായ കുടുക്കുകൾ തുന്നിച്ചേർക്കുകയുണ്ടായി. सिर्फ इन्हीं को ख्वाब नहीं आई, അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രമല്ല സ്വപ്നദർശനമുണ്ടായത്, മറിച്ച് ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനും സ്വപ്നമാർഗേണ ഇദ്ദേഹം അഹമ്മദീയത്തിലേക്ക് ആകൃഷ്ടനായിരിക്കുന്നു എന്ന സൂചന ലഭിക്കുകയുണ്ടായി. അല്ലെങ്കിൽ ഇദ്ദേഹം അഹമ്മദിയാകുമെന്ന് അദ്ദേഹത്തെയും അറിയിക്കുകയുണ്ടായി. കാരണം ഇദ്ദേഹം സൽപ്രകൃതനായിരുന്നു. എന്തായാലും കുറച്ചു കാലശേഷം ഇദ്ദേഹം തന്റെ ഭാര്യാപിതാവ് സയ്യിദ് അക്ബർ ഷാ സാഹിബിന്റെ വീട്ടിൽ വന്നു. जो कि पड़ोसी थे मेरे, അയൽവാസിയായിരുന്ന മിർസ ഗുലാമുല്ല സാഹിബ് മർഹൂം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. ജുമാ ദിവസമായിരുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം മസ്ജിദ് അക്സായിലേക്ക് പോയി. അവിടെ പീഠത്തിനരികിൽ എന്നെ അദ്ദേഹം ഇരുത്തുകയുണ്ടായി. ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാം എഴുന്നള്ളി. അദ്ദേഹം എന്റെ ബയത്തിനെ കുറിച്ച് ഹുസൂറിനോട് പറയുകയുണ്ടായി. ഹുസൂർ അൻവർ വളരെ വാത്സല്യപൂർവ്വം എന്റെ കരങ്ങളെ സ്വകരങ്ങളിലേക്ക് എടുത്തു. ബയത്ത് ചെയ്യാനെത്തിയ മറ്റുള്ളവർ എന്റെ ചുമലുകളിൽ കൈവച്ചുകൊണ്ട് ബയത്ത് ചെയ്യുകയുണ്ടായി. फिर इसी तरह बैत का वाकया ഇതുപോലെ തന്നെ ഹസ്രത്ത് അനായത്തുള്ള സാഹിബ് തന്റെ ബയത്ത് സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. बैत की थी। ഞാൻ 1901 ബയത്ത് ചെയ്തത്. कहते हैं कि मेरी അപ്പോൾ എനിക്ക് करीबन 15 साल की थी। പറയുന്നു 15 വയസ്സ് മാത്രം ആയിരുന്നു പ്രായം. ഞാൻ ആദ്യമായി കാദിയാനിൽ വന്നപ്പോൾ पैदल सफर किया, അത്തറിന്റെ ഒരു കുപ്പി കൂടെ കൊണ്ടുവന്നിരുന്നു. കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് ബട്ടാലയിലെത്തി. അവിടെ രാത്രി കഴിച്ചുകൂട്ടി. शाम കുപ്പി പരിശോധിച്ചപ്പോൾ ഒരു തുള്ളി ഒഴികെ ബാക്കി ഒക്കെ നഷ്ടപ്പെട്ടതായി കണ്ടു. എനിക്ക് വളരെ ഖേദം തോന്നി. രാത്രി നമസ്കാരത്തിനായി ഹുസൂർ മട്ടുപ്പാവിലെത്തിയപ്പോൾ ഹുസൂറുമായി ഹസ്തദാനം ചെയ്തു. ഈയുള്ളവൻ ഹുസൂറിനെ തിരുമ്മി കൊടുക്കുവാൻ തുടങ്ങി. പറഞ്ഞു, ഞാൻ ഒരു കുപ്പി അത്തർ കൊണ്ടുവന്നതായിരുന്നു, എന്നാൽ വഴിമധ്യേ അത് നഷ്ടമായി. കുപ്പി ഹുസൂറിനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് മുഴുവൻ കുപ്പിയുടെയും പ്രതിഫലം ലഭിച്ചിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് ഇസ്ലാം കുപ്പിയിലുണ്ടായിരുന്ന ഒരു തുള്ളി അത്തർ സ്വീകരിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഉദ്ദേശം കുപ്പി നിറയെ തരുവാനായിരുന്നതിനാൽ അത്ര തന്നെ നിനക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. പറയുന്നു, നമസ്കാരാനന്തരം അദ്ദേഹം ബയത്ത് ചെയ്യുകയുണ്ടായി. 10 ദിവസത്തോളം അവിടെ തന്നെ താമസിച്ചു. हैं कि एक दफा गज़े തുടർന്ന് എഴുതുന്നു, ഒരിക്കൽ ഞാൻ കാദ്യാനിൽ നിന്നും തിരിച്ചു വരുന്ന വഴി पहुंचा, ബട്ടാലയിൽ എത്തുകയുണ്ടായി. दार हमरा था। എന്റെ കൂടെ ഒരു ജന്മിയും ഉണ്ടായിരുന്നു. രാത്രി ബട്ടാലയിൽ തന്നെ തങ്ങി. आपने हजरत ജന്മി എന്നോട് ചോദിച്ചു, താങ്കൾ ഹസ്രത്ത് സാഹിബിനോട് അനുവാദം വാങ്ങിയാണോ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇല്ല. എനിക്ക് പിന്നെ സങ്കടം തോന്നി. അനുവാദം വാങ്ങാതെയാണല്ലോ ഞാൻ പോകുന്നത്. രാത്രി സ്വപ്നത്തിൽ അദ്ദേഹം കാണുകയുണ്ടായി, ഹുസൂർ കട്ടിലിൽ ഇരുന്നു കൊണ്ട് റൊട്ടി തിന്നുകയായിരുന്നു. मुझे भी खाने का हुक्म दिया। അദ്ദേഹം എന്നോട് കഴിക്കുവാനും കൂടി കൽപ്പിച്ചു. പകുതി ഹുസൂറും ബാക്കി ഈയുള്ളവനും കഴിച്ചു. और हुजूर ഹുസൂർ പറഞ്ഞു, ഇനി നീ പോയിക്കൊള്ളുക, आपको जाने की इजाजत है। താങ്കൾക്ക് പോകുവാൻ അനുവാദം തന്നിരിക്കുന്നു. പറയുന്നു, എനിക്ക് അക്ഷരാഭ്യാസമില്ലായിരുന്നു, സംസാരിക്കുമ്പോൾ വിക്കുമായിരുന്നു. പറയുന്നു, ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. साम की ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ദുആയുടെയും കടാക്ഷത്തിന്റെയും ഫലമായിരുന്നു അത്. हजरत शेख अताउल ഹസ്രത്ത് ഷെയ്ഖ് അതാഉല്ല സാഹിബ് വിവരിക്കുന്നു, ഒരു ദിവസം ഞാൻ ഗോൾ കമരയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. അവിടെയായിരുന്നു ബാബു ഫഖറുദ്ദീൻ മുൽത്താനിയുടെ കടയുണ്ടായിരുന്നത്. तख्तस ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാം സ്വമേധയാ മസ്ജിദ് മുബാറക്കിന്റെ വാതിലിലൂടെ എഴുന്നള്ളുകയുണ്ടായി. मियां अताउल्लाह എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, മിയ അത്താവുള്ള, ഈ കത്ത് ലെറ്റർ ബോക്സിൽ ഇട്ടുകൊള്ളുക. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഹുസൂറിന് എന്റെ പേര് നല്ല ഓർമ്മയാണല്ലോ. के वक्त हुजूर മഗ്രിബ് സമയത്ത് ഹുസൂർ मामूली गिलास बकरी ആട്ടിന്റെ പച്ചപ്പാൽ ഒരു ഗ്ലാസ് ദിവസവും കഴിക്കുമായിരുന്നു. एक शख्स ने अर्ज ഒരു വ്യക്തി ഹസ്രത്ത് മസീമുദ് അലൈഹി ഇസ്ലാമയോട് പറയുകയുണ്ടായി, ഹുസൂർ ഇങ്ങനെ പച്ചപ്പാല് കുടിക്കരുത്. कच्चा दूध न पिया करें, तो आपने फरमाया അദ്ദേഹം പറഞ്ഞു, अक्सर നബിമാർ അധിക പേരും പച്ചപ്പാലാണ് കുടിച്ചിരുന്നത്. पिया करते थे। कुछ अरसे के बाद കുറച്ചു കാലശേഷം ഞാൻ ടെലിഗ്രാഫ് ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന കാലം എനിക്ക് കഠിനമായ പനിയുണ്ടായി. बुखार हो गया, सब तब തീവ്രമായ കഫജ്വരമുണ്ടായി. हो गया। ഞാൻ അവധി വാങ്ങിച്ചുകൊണ്ട് रुखसत लेकर കാദിയാനിലേക്ക് പോയി. लग गया। हजरत मौलवी ഹസ്രത്ത് ഖലീഫത്തുൽ മസി അവൽ റളിയല്ലാഹുവിന്റെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. കാരണം ജമ്മുവിൽ വെച്ച് അദ്ദേഹം വഴിയായിരുന്നു ഞാൻ ഇസ്ലാം ആശ്ലേഷിച്ചത്. ഈ ആത്മീയവും അഗാധവുമായ ബന്ധം കാരണം ഖലീഫത്തുൽ മസി അവൽ എന്റെ ചികിത്സ തുടങ്ങുകയുണ്ടായി. എനിക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചോറും കിച്ചടിയും അതിനുശേഷം പുഴുങ്ങിയ മുട്ടയും
തരുമായിരുന്നു. അതിനുശേഷം മരുന്നും തരുമായിരുന്നു. നാവിന്റെ രുചി കേടായി തുടങ്ങി. എനിക്ക് ഇതൊക്കെ തിന്നുന്ന ശീലമില്ലായിരുന്നു. അന്ന് വൈകുന്നേരം ഹജറത്ത് അമ്മാജാൻ, അതായത് ഹജറത്ത് അബ്ദുസ്സലാം സാഹിബിന്റെ മാതാവായിരുന്ന ഹജറത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന്റെ ഭാര്യയോട് ഞാൻ അപേക്ഷിച്ചു, എന്റെ നാവിന് രുചിയില്ലാതായി തീർന്നിരിക്കുന്നു. ഏതെങ്കിലും കറിയോ വല്ല ഉപ്പുള്ള വസ്തുവോ കഴിച്ചാൽ അത് ശരിയാകുന്നതാണ്. അവർ പറഞ്ഞു മൗലവി സാഹിബിന് അത് ഇഷ്ടപ്പെടില്ല. എന്നിരുന്നാലും അവർ ഒരു തുണി കൊണ്ട് കറി അരിച്ച് വൃത്തിയാക്കിയെടുത്ത് എനിക്ക് കുടിക്കുവാനായി തന്നു. അതായത് സാധാരണ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അരിച്ച് വൃത്തിയാക്കി എനിക്ക് തന്നു. പിറ്റേന്ന് പുലർച്ചയ്ക്ക് മൗലവി സാഹിബ് എന്റെ നാഡി നോക്കിയപ്പോൾ ചോദിച്ചു, രാത്രി എന്താണ് നീ കഴിച്ചത്? ഇക്കാലത്ത് വലിയ വലിയ ഡോക്ടർമാർക്ക് ടെസ്റ്റുകൾ നടത്തിയാൽ കൂടി കാര്യങ്ങൾ പിടികിട്ടാറില്ല. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ നാഡി നോക്കിയപ്പോൾ തന്നെ രാത്രി എന്താണ് കഴിച്ചതെന്ന് ചോദിക്കുകയുണ്ടായി. നാഡിമിടിപ്പ് ദ്രുതഗതിയിലായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അദ്ദേഹം ദർസ് വിട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി. ഭാര്യയോട് അന്വേഷിച്ചു, രാത്രി അത്താവുള്ള എന്തായിരുന്നു ഭക്ഷിച്ചത്? അവർ പറഞ്ഞു, ഭക്ഷണം കഴിച്ചതിനു ശേഷം അദ്ദേഹം വാശി പിടിച്ചുകൊണ്ട് അല്പം കറി കഴിച്ചിട്ടുണ്ടായിരുന്നു. അവരോടും എന്നോടും അദ്ദേഹം കുപിതനായി. എന്നോട് ഇത്ര വലിയ കളവ് നീ പറഞ്ഞുവല്ലേ എന്ന് പറയുകയുണ്ടായി. എന്തായാലും എന്റെ ഈ കള്ളം പറച്ചിലും പഥ്യം ഒഴിവാക്കലും ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് പറഞ്ഞ് ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനും ഇക്കാര്യം അറിയാനിടയായി. ഇവന് കഫജ്വരം, അതായത് TB ഉണ്ടായിരുന്നിട്ട് കൂടി ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലെന്ന് അറിയിച്ചു. രോഗകാരണത്താൽ ഞാൻ വളരെയധികം ക്ഷീണിതനായിരുന്നു. ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഇക്കാര്യം അറിഞ്ഞപ്പോൾ നീരസം പ്രകടിപ്പിച്ചു. അവസാനം എന്റെ 2 മാസത്തെ അവധി കഴിഞ്ഞു. ഹസരത്ത് മൗലവി സാഹിബിന് എന്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം വ്യാകുലതയായിരുന്നു. കൂടെ കൊണ്ടുപോകുവാൻ മരുന്നുകൾ തരികയുണ്ടായി. എന്നോട് അവ സേവിക്കുവാനും പറഞ്ഞു. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഹസരത്ത് മസീഹ് ഇസ്ലാമിയുടെ സവിധത്തിൽ ഞാൻ ഹാജരായിക്കൊണ്ട് പറഞ്ഞു, എന്റെ അവധി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് തന്നെ എനിക്ക് റാവൽപിണ്ടിയിലേക്ക് മടങ്ങേണ്ടതാണ്. ഹുസൂർ പറഞ്ഞു, നിങ്ങൾ നമസ്കാര വേളയിൽ അത്യധികം വിനയത്തോടും വണക്കത്തോടും മനോവേദനയോടും കൂടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാദ്യാനിലേക്ക് കത്തും മറ്റും എഴുതിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ വന്നും പോയും കൊണ്ടിരിക്കുക. പറയുകയുണ്ടായി, പഥ്യം ഒഴിവാക്കൽ ഉപേക്ഷിക്കുക. ഭക്ഷണത്തിൽ പഥ്യം തെറ്റിച്ച കാര്യം ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ ദൃഢപ്രതിജ്ഞ എടുക്കുക. അള്ളാഹു താല പാപം പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാരിധിയുമാണ്. ഇൻഷാ അല്ലാഹ് തീർച്ചയായും ആരോഗ്യം സിദ്ധിക്കുന്നതാണ്. പറയുന്നു, ഞാൻ റാവൽപിണ്ടിയിലെത്തി. രാത്രി ഏകദേശം 1:30 മണിക്ക് അന്യഭാഷയിൽ ഞാൻ ഒരു സ്വപ്നം കാണുകയുണ്ടായി. വിനീതന് ആ കാര്യം മനസ്സിലായില്ല. ആശ്ചര്യവാനായിക്കൊണ്ട് അള്ളാഹുവിന്റെ സവിധത്തിൽ ഞാൻ കുമ്പിടുകയുണ്ടായി. അഭ്യർത്ഥന നടത്തി, അള്ളാഹുവെ, നിന്റെ അസ്തിത്വത്തിന് എല്ലാ ഭാഷകളിലും ആധിപത്യമുള്ളതാണ്. എനിക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി തന്നാലും. അപ്പോൾ അള്ളാഹു തന്റെ പ്രത്യേക കാരണത്താൽ രാത്രി ഏകദേശം 2:30 മണിക്ക് എന്റെ നാവിൽ നിന്നും ഹെൽത്തി 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 എന്ന് ഉരുവിടിപ്പിച്ചു. ഇത് ഒരുപാട് തവണ തുടർന്നതിനാൽ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. ആരോഗ്യം വീണ്ടും കിട്ടുകയുണ്ടായി. പിന്നെ ഞാൻ ഇന്നുവരെ 20 വർഷം കഴിഞ്ഞിട്ടും തലവേദന കൊണ്ടുപോലും രോഗഗ്രസ്തനായിട്ടില്ല. അതുമാത്രമല്ല, പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും ഭംഗിയാവാൻ തുടങ്ങി. എനിക്ക് സന്താന സൗഭാഗ്യവും സിദ്ധിച്ചു. ആദ്യം ഇദ്ദേഹം സന്താനരഹിതനായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇദ്ദേഹത്തിന് 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ജനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഹസ്രത്ത് മലക്ക് ബർക്കത്തുള്ള സാഹിബ് എന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം വിവരിക്കുന്നു, എന്റെ പിതാവ് ഹസ്രത്ത് മലക് ബർക്കത്ത് അലി സാഹിബ് 1897 1898 ആയിരുന്നു അഹമ്മദിയായത്. അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഞാനും ചെറുപ്പകാലത്തെ അഹമ്മദിയായിരുന്നു. എന്നാൽ 1904 എനിക്ക് ഏകദേശം 14-15 വയസ്സുള്ളപ്പോൾ ഞാൻ സ്വയം തന്നെ ഹുസൂറിൽ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ആരെങ്കിലും ബൈഅത്ത് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളും പലതവണ ഹുസൂറിൽ ബൈഅത്ത് ചെയ്യുമായിരുന്നു. ഹുസൂർ ബൈഅത്തിന് ശേഷം ചെയ്യുന്ന ദുആയിൽ ഉൾപ്പെടുന്നതിനു വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില സമയങ്ങളിൽ ഒരുപാട് പേർ ബൈഅത്ത് ചെയ്യാൻ വരുമായിരുന്നു. അപ്പോൾ ആൾക്കാർ തങ്ങളുടെ തലപ്പാവിന്റെ തുണിയിൽ ഹുസൂറിനെ കൊണ്ട് പിടിക്കുകയുണ്ടായി. എന്നിട്ട് ആൾക്കാർ തലപ്പാവിന്റെ തുണിയിൽ പിടിക്കുമായിരുന്നു.
അങ്ങനെ ബയ്യത്ത് നടക്കുമായിരുന്നു. ഹസരത്ത് ഡോക്ടർ ഉമറുദ്ദീൻ സാഹിബിന്റെ നിവേദനമാണ്. हजरत डॉक्टर उमरदीन साहब വിവരിക്കുന്നു, आयत है, बयान करते हैं कि मैं ഞാൻ 28 ജൂലൈ 1879 ജനിച്ചത്. 1879 में पैदा हुआ और बैत हज़रत मसीह मौद 1905 ജൂൺ 30 ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാമയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്തത്. 1928 ജൂലൈ 28 വസിയത്ത് ചെയ്യുകയുണ്ടായി. ഇതിൽ വസിയത്ത് നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ട് 2898. പറയുന്നു, ഒക്ടോബർ 1924 മുതൽ ജമാഅത്ത് അഹമ്മദിയ നെയ്റോബിയുടെ പ്രസിഡന്റായി ഞാൻ 2 വർഷം സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഇന്തിസാമിയ കമ്മിറ്റിയിലെ മെമ്പറുമായി 15 വർഷമായി ജമാഅത്ത് അഹമ്മദിയ നെയ്റോബിയുടെ ഓഡിറ്ററാണ് ഞാൻ. ഇത് എഴുതുന്ന സമയത്തുള്ള കണക്കാണ് ഇദ്ദേഹം പറയുന്നത്. 3 വർഷമായി സെക്രട്ടറി വസായ, സെക്രട്ടറി സിയാഫത്ത് ആണ്. ഈ രാജ്യത്ത് 1900 ഫെബ്രുവരി മാസത്തിൽ ആണ് ഞാൻ വന്നിരുന്നത്. ഡോക്ടർ റഹ്മത്ത് അലി സാഹിബ് റളിയല്ലാഹു അൻഹു, സൂഫി നബി ബഖ്ഷ് സാഹിബ് അക്കൗണ്ടന്റ്, ഡോക്ടർ ബിഷാർത്ത് അഹമ്മദ് സാഹിബ് എന്നിവരുടെ കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. ഡോക്ടർ റഹ്മത്ത് അലി സാഹിബിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, വാത്സല്യം, അനുകമ്പ എന്നിവ കണ്ടുകൊണ്ട് ഒരുപാട് പേർ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കുന്നത് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിലാണ് ആദ്യമായി കാലത്തിന്റെ ഇമാമിന്റെ ശബ്ദം എന്റെ കാതിൽ എത്തിയത്. അപ്പോൾ നോക്കുക, ഒരു വ്യക്തിയുടെ സ്വഭാവ മഹാത്മ്യങ്ങളും കാരുണ്യവും സഹതാപവും കണ്ട് ഒരുപാട് പേർ ഇതേതു മതമാണ്, ഇത് എത്തരം ആൾക്കാരാണ് എന്നൊക്കെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ അഹമ്മദികളായി. തുടർന്ന് പ്രസ്താവിക്കുന്നു, ഞാൻ എന്റെ ഭാഗ്യദേഹത്തിന്റെ കേസ് ഈശ്വര സന്നിധാനത്തിൽ ബോധിപ്പിച്ചു. അതായത് എന്റെ ഭാഗ്യത്തിൽ എന്താണുള്ളത് എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. വളരെയധികം വിലപിച്ചുകൊണ്ടും എന്നാൽ ധൈര്യം സംഭരിച്ചും സ്ഥിരചിത്തതയോടും കൂടി ദിവസവും തഹജ്ജുദ് നമസ്കാരത്തിൽ ദുആ ചെയ്യുവാൻ തുടങ്ങി. അല്ലയോ എന്റെ പ്രിയനാഥ, അദൃശ്യകാര്യങ്ങൾ അറിയുന്ന അള്ളാഹുവെ, എന്റെ വിലാപം കേൾക്കുവിൻ, എനിക്ക് മാർഗദർശനം നൽകുവിൻ, നിന്റെ ജ്ഞാനത്തിൽ ശരിയായിട്ടുള്ള വഴിയെ എന്നെ നയിക്കുവിൻ, എന്നെ സന്മാർഗത്തിൽ നിന്നും ദൂരപ്പെടുത്തരുതേ. ഞാൻ സ്വയം എളിയവനും അശക്തനും അപരാധിയും അല്പജ്ഞനും മറ്റുമാണ്. പറയുന്നു, എന്റെ രക്ഷിതാവ് എന്റെ ദീനരോധനം കേട്ടു. സത്യമായ സ്വപ്നങ്ങൾ എനിക്ക് വരുവാൻ തുടങ്ങി. പിന്നീട് എനിക്ക് സുവ്യക്തമായ നിലയിൽ 2 സ്വപ്നങ്ങൾ കാണിക്കുകയുണ്ടായി. അതിന്റെ ആധാരത്തിൽ ഞാൻ ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്കയിലെ കുസുമോ ജില്ലയിലെ ക്രേബോ സ്റ്റേഷനിൽ നിന്നും, ഞാൻ അവിടുത്തെ ആശുപത്രിയിൽ ഇൻചാർജ് ആയിരുന്നു, ജൂൺ 30, 1905 അള്ളാഹുവിന്റെ പ്രേമഭാജനമായ മസീമോദിൽ കത്ത് മുഖേന ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ബയ്യത്ത് ചെയ്ത ശേഷം എന്തായിരുന്നു അവസ്ഥ? എനിക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാതിരുന്ന ആനന്ദം ആരാധനാകൃത്യങ്ങളിൽ എനിക്ക് വന്നു തുടങ്ങി. കാരണം അത് പരിശുദ്ധരായ മലക്കുകൾ അവതരിച്ചു കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അന്ന് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ കത്തുകളിലും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമയുടെ നവനവങ്ങളായ വഹികളെയും വഹി പൂർത്തീകരണങ്ങളെ കുറിച്ചും അറിയിപ്പുണ്ടായിരുന്നു. സദാസമയവും ഹസ്രത്ത് അഖ്ദസിനെ കാണുവാൻ ഹൃദയം വ്യാകുലമാകുമായിരുന്നു. അസ്വസ്ഥത അതിരുകടക്കുവാൻ തുടങ്ങി. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിനെ കാണണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു. കത്തു മുഖേനയായിരുന്നു ബയ്യത്ത് ചെയ്തിരുന്നത്, കയ്യാൽ ബയ്യത്ത് ചെയ്തിരുന്നില്ല. എങ്ങനെയൊക്കെയോ എന്റെ അവധി അടുത്തു വന്നു. അള്ളാഹു എന്റെ മനസ്സിൽ പ്രിയ മസീഹിന് കാണിക്ക വെക്കുവാൻ ആശയം ഉദിപ്പിച്ചു. കാഴ്ചവെക്കുന്നതിനായി ഒട്ടകപക്ഷിയുടെ 4 മുട്ടകൾ കൊണ്ടുപോകുവാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ അത് കിട്ടുവാനും കൊണ്ടുപോകാൻ പെർമിറ്റ് കരസ്ഥമാക്കുവാനും ജർമ്മൻ കോടതിയിൽ ശ്രമിക്കേണ്ടതായി വന്നു. കാരണം ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും ഇതിനുള്ള അനുവാദം കിട്ടുമായിരുന്നില്ല. പറയുന്നു, ഒക്ടോബർ 1907 ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു. ഗുജറാത്തിലെത്തിയ എനിക്ക് എന്റെ പിതാവ് മർഹൂം, സഹോദരൻ മർഹൂം, ഇവർ 2 പേരും ജമാഅത്തിന്റെ എതിരാളികളാണ് എന്ന വാസ്തവം മനസ്സിലാക്കാൻ ഇടയായി. അവർക്ക് വേണ്ടി ഞാൻ എല്ലാ നമസ്കാരങ്ങളിലും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അള്ളാഹു എന്നെ സഹായിച്ചു. എന്റെ പിതാവും കുറച്ചു കൂട്ടുകാരും ജലസ സാലാനയ്ക്കായി കാദിയാനിൽ പോകുവാൻ തയ്യാറാവുകയുണ്ടായി. ഒരുപാട് അഭ്യർത്ഥനകൾക്കും ദ്വാകൾക്കു ശേഷം കാദിയാനിലേക്ക് വാർഷിക സമ്മേളനത്തിനായി പോകുവാൻ പിതാവും സഹോദരനും തയ്യാറായി. 1907 ജൽസ സാലാനയ്ക്കായി ഗുജറാത്തിലെ അഹമ്മദിയ ജമാഅത്ത് അംഗങ്ങൾക്കൊപ്പം
ഞങ്ങൾ കാദ്യാൻ എന്ന പ്രിയദേശത്തിലെത്തി. ഞാൻ എത്തിയുടൻ കണ്ട കാഴ്ച വിചിത്രമായിരുന്നു. വലിയ വലിയ ജനക്കൂട്ടങ്ങളും ബഹുമാന്യ വ്യക്തികളും ഹസ്രത്ത് മസീഹ് മൗദുമായി കൂടിക്കാഴ്ച നടത്താൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ഒന്നു കാണുവാനായി അവർ തലതല്ലി ശ്രമിക്കുകയായിരുന്നു. എന്റെ ആശ്ചര്യത്തിനും വ്യാകുലതയ്ക്കും അറുതി വരുന്നില്ലായിരുന്നു. ഞാൻ ഒരു ദൂരദേശത്ത് നിന്ന് കുറച്ചു കാലത്തിനായി ഒരു യാത്രികനായി വന്നതായിരുന്നു. 2 വർഷമായി കാഴ്ചക്കായി പൊറുതിമുട്ടുകയായിരുന്നു. ഹദരത്ത് അഖ്ദസിനെ തനിച്ചു കാണണമെന്നത് എന്റെ ഹൃദയാഭിലാഷമായിരുന്നു. എന്നാൽ അതൊന്നും നടക്കുന്ന ലക്ഷണമുണ്ടായിരുന്നില്ല. തിരക്ക് വളരെ കൂടുതലായിരുന്നു. തനിച്ചു കാണുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. ഗുജറാത്തിലെ ഞങ്ങളുടെ ജമാഅത്ത് അംഗങ്ങൾ ലങ്കർഖാനയിൽ ഭക്ഷണത്തിരക്കിലായിരുന്നു. എന്നാൽ ഞാൻ മുലാഖാത്തിന് വേണ്ടി കൈകാലുകൾ അടിച്ചുകൊണ്ട് മസ്ജിദ് മുബാറക്കിന്റെ കീഴ്ഭാഗത്തുള്ള ഒരു ഇടവഴിയിലൂടെ നടക്കുകയായിരുന്നു. നടക്കുന്നതിനിടെ ഒരു സഹോദരനെ ഞാൻ കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ദൂരദേശത്തിൽ നിന്നും വന്നതാണ്. ഹസ്രത്ത് അഖ്ദസിനെ തനിച്ച് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ എനിക്ക് വല്ല പോംവഴിയും പറഞ്ഞു തരുക. അദ്ദേഹം പറഞ്ഞു, ഈ വാതിലിലൂടെ ഒരു വയസ്സായ സ്ത്രീ ഹസ്രത്ത് അഖ്ദസിന്റെ സേവക വന്നു പോകാറുണ്ട്. അവരോട് നിങ്ങൾ കാര്യം പറയുക. ഈ സംസാരം കഴിയുന്നതിനു മുമ്പേ ആ സേവകയെ കാണാനായി ഞാൻ ഓടിച്ചെന്നു. പറഞ്ഞു, മാതാവേ, ഞാൻ വളരെ ദൂരദേശത്തിൽ നിന്നും വന്നതാണ്. ഹസ്രത്ത് അഖ്ദസിനെ തനിയെ കാണണമെന്ന് വളരെ ആശയുണ്ട്. ഈ യാത്രികന്റെ സന്ദേശം ഹുസൂറിന് സമക്ഷം എത്തിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. വൃദ്ധ മാതാവ് വളരെ സന്തോഷത്തോടും വാത്സല്യത്തോടും കൂടി പറഞ്ഞു, നിൽക്കുക, ഞാൻ ഇതാ വന്നു. അവർ പോയയുടൻ തിരികെ വന്നു. എന്റെ ആശ പൂവണിഞ്ഞുവെന്ന സന്തോഷ വാർത്ത അവർ അറിയിച്ചു. ഹസ്രത്ത് അഖ്ദസ് പറയുകയുണ്ടായി, മുകളിലേക്ക് വരിക. ഞാൻ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി എന്റെ പിതാവിനെയും കൂടെയുണ്ടായിരുന്ന അനഹമ്മദി സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ടുവന്നു. ഞങ്ങൾ മുകളിലെത്തി അങ്കണത്തിൽ പ്രവേശിച്ചതും ജനവാതിലിൽ കൂടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് അഖ്ദസ് പുറത്തു വന്നു. എന്നാൽ വ്യസനകരമെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ആദ്യം അസ്സലാമു അലൈക്കും എന്ന് പറയാനുള്ള അവസരം ലഭിച്ചില്ല. അക്കാര്യത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഞങ്ങളെ പിമ്പിലാക്കി. പറയുന്നു, എന്റെ വന്ധ്യപിതാവ് അഹമ്മദിയത്തിന്റെ കടുത്ത എതിരാളിയായിരുന്നു. എന്നിരുന്നാലും ഹുസൂറിന്റെ പാദങ്ങളിലേക്ക് അദ്ദേഹം വീഴുകയുണ്ടായി. ഹുസൂർ ദയാപൂർവം തന്റെ തൃക്കൈകളാൽ അദ്ദേഹത്തിന്റെ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, സുജൂദിന് യോഗ്യത അള്ളാഹുവിന് മാത്രമാണുള്ളത്. ദാസന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, മറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് സുജൂദ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ വിനീതൻ കാഴ്ചദ്രവ്യമായി ഒട്ടകപക്ഷിയുടെ 4 മുട്ടകൾ അദ്ദേഹത്തിന് സമർപ്പിച്ചു. ഹുസൂർ ദയാപൂർവം അത് സ്വീകരിക്കുകയുണ്ടായി. വളരെ സ്നേഹ വാത്സല്യാധിക്യത്തോടുകൂടി എന്റെ ആഫ്രിക്കാവാസത്തെക്കുറിച്ചും യാത്രയെക്കുറിച്ചും അന്വേഷിച്ചറിഞ്ഞു. എന്റെ കരങ്ങൾ തന്റെ തൃക്കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തോട് തന്റെ ഹൃദയം ബന്ധിപ്പിക്കുവാൻ പാടുള്ളതല്ല, മറിച്ച് താൻ ഒരു യാത്രികനാണെന്നും ടിക്കറ്റ് വാങ്ങി പ്രതീക്ഷാമുറിയിൽ വണ്ടി കാത്തിരിക്കുന്ന ഒരാളാണെന്നും തോന്നൽ എപ്പോഴും ഉണ്ടാകണം. എന്നോട് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുവാൻ നിർദ്ദേശിച്ചു. പറഞ്ഞു, സ്ഥിരമായി ദുആയ്ക്ക് വേണ്ടി കത്തയച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ഹുസൂർ എന്റെ പിതാവിന്റെയും കൂടെയുണ്ടായിരുന്ന 2-3 സുഹൃത്തുക്കളെയും ബയ്യത്ത് ചെയ്യിപ്പിക്കുകയുണ്ടായി. ഇവരെല്ലാം ആദ്യം കൊടിയ വിരോധികളായിരുന്നു. എന്നാൽ ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ അവരെല്ലാവരും ബയ്യത്തിന് തയ്യാറാവുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് ഇസ്ലാം ബയ്യത്തിന് ശേഷം വളരെയധികം കരഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ടും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഹുസൂറിന്റെ നേത്രങ്ങളിൽ അശ്രുകണങ്ങൾ പൊഴിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് കണ്ണുനീർ തടയുവാൻ ബുദ്ധിമുട്ടു തോന്നി. ഹൃദയം വളരെയധികം ലോലവും നിർമ്മലവുമായി തീർന്നു. എത്രത്തോളം എന്നാൽ ഹുസൂർ എന്റെ കരങ്ങൾ ഗ്രഹിച്ചതും ഞാൻ ഹുസൂറിന്റെ പ്രകാശിത മുഖം ദർശിച്ചതും ഹുസൂറിന്റെ വാത്സല്യഭരിതവും ലജ്ജാപൂർണവുമായ നേത്രങ്ങളിൽ അശ്രുകണങ്ങൾ നിറഞ്ഞതും ഈ എളിയവനും അപരാധിയുമായ എനിക്ക് ഇസ്തിഗ്ഫാറിനുള്ള നിർദ്ദേശം നൽകലും നിരന്തരം ദുആയ്ക്ക് എഴുതുവാൻ ഉപദേശിക്കലും ഇന്നും ഓർക്കുമ്പോൾ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹമുണ്ടാവുകയും അശ്രുകണങ്ങൾ ധാരധാരയായി ഒഴുകുകയും ചെയ്യുന്നതാണ്. അതെത്രമാത്രം അനുഗ്രഹീത കാലഘട്ടമായിരുന്നു. എതിർപ്പിന്റെ ശക്തമായ പർവ്വതങ്ങളും സമുദ്രവും കൊടുങ്കാറ്റും അള്ളാഹുവിന്റെ പ്രിയ നബിയുടെ ദ്വായുടെ ഫലമായി പറന്നകലുന്നതായി ഞാൻ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയുണ്ടായി. അതായത് അള്ളാഹുവിന്റെ പ്രിയ നബിയുടെ ദ്വാ കാരണം എതിർപ്പുകളുടെ പർവ്വതങ്ങൾ ഇല്ലാതായി തീർന്നു. അത്യധികം വൈര്യമുള്ളവർ പോലും മത്സരത്തിന് വരുന്നതിൽ ഭയവിഹ്വലരാകുന്നതായി ഞാൻ കണ്ടു. അന്യരിലുള്ള പണ്ഡിത ശിരോമണികൾ മാത്രമല്ല, അഹമ്മദിയ ജമാഅത്തിലെ വിജ്ഞാന പടുക്കളുടെ അറിവ് പോലും ഈ 14-ാം രാവിലെ ചന്ദ്രബിംബത്തിന്റെ കീഴിൽ അന്ധകാര നിബിഡമായി കാണപ്പെട്ടു. ആർക്കും തന്നെ ഏതു പ്രശ്നത്തിലും ഹുസൂറിനു മുമ്പാകെ വീരവാദം ഒഴുക്കുവാൻ
ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ബയ്യത്ത് ചെയ്തു. ദ്വായ്ക്ക് ശേഷം ഹുസൂർ ഹസ്തദാനത്താൽ കടാക്ഷിച്ചു. എന്നിട്ട് പോകുവാൻ അനുവാദം നൽകി. ഗുജറാത്തിലെ അഹമ്മദിയ ജമാഅത്ത് അംഗങ്ങളും നവാബ് ഖാൻ സാഹിബ് തഹസിൽദാറും എന്റെ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അസൂയയോടെ ചോദിച്ചു, ഞങ്ങൾ എന്തുകൊണ്ട് കൂടെ കൊണ്ടുപോയില്ല? മറ്റൊരു നിവേദനമുള്ളത് ഹസ്രത്ത് മാസ്റ്റർ അബ്ദുൾ റൌഫ് സാഹിബിന്റേതാണ്. ഇദ്ദേഹം ഗുലാം മുഹമ്മദ് സാഹിബിന്റെ പുത്രനാണ്. ഇദ്ദേഹം വിവരിക്കുന്നു, 1898 ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അതേ വർഷം തന്നെ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ ഇദ്ദേഹം സന്ദർശിക്കുകയുമുണ്ടായി. പ്രാരംഭകാലം മുതൽക്കേ, അതായത് എന്റെ കുട്ടിക്കാലത്ത് തന്നെ, ഞാൻ ഭേര ഹൈസ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ഭേരയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതായത് കാദിയാനിൽ ഒരു വ്യക്തി ജനിച്ചിരിക്കുന്നു, അദ്ദേഹം ഇമാം മഹ്ദി ആണെന്ന് വാദിക്കുന്നുണ്ട്. കാലക്രമേണ ഞങ്ങളുടെ മഹലിലും ഈ വാർത്തയെത്തി. മിർസ ഗുലാം അഹമ്മദ് എന്ന വ്യക്തി ഇമാം മഹ്ദി ആണെന്ന വാദം ഉന്നയിക്കുന്നുണ്ട് എന്നായിരുന്നു ചർച്ച. ഞാൻ കുട്ടിയായിരുന്നു, അത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗുലാം ഇലാഹി എന്ന പേരുള്ള എന്റെ സഹോദരൻ പുസ്തകങ്ങൾ വായിച്ച് മിർസ സാഹിബിന് ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അവന്റെ പേര് അങ്ങനെ 313 സഹാബാക്കളിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. അതായത് 5-ാമെ ആഥം എന്ന പുസ്തകത്തിൽ ഉള്ള പേര് വിവര പട്ടികയിൽ 249-ാം നമ്പറിൽ മിസ്ത്രി ഗുലാം ഇലാഹി സാഹിബ് ഭേര എന്ന് പേര് വന്നിട്ടുണ്ട്. എന്തായാലും എന്റെ സഹോദരൻ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് ബയ്യത്തിനായി എഴുതി അറിയിക്കുകയുണ്ടായി. ആ സമയത്ത് മഹലിൽ വന്നുകൊണ്ടിരുന്ന മിർസ സാഹിബിന്റെ ഗ്രന്ഥങ്ങളും വിളംബരങ്ങളും ഞാനും വായിക്കുമായിരുന്നു. കൂടാതെ രാത്രി സമയത്ത് പള്ളിയിലും അവ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. ഗംഗാ ബഷൻ, അബ്ദുള്ള ആഥം എന്നിവരെ ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് ഇവരെ കുറിച്ചുണ്ടായിരുന്ന വിളംബരങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്തായാലും മിർസ സാഹിബിനെ കാണുവാൻ എന്നിലും ആഗ്രഹം ജനിച്ചു. ഞാൻ മഗ്രിബ് നമസ്കാരാനന്തരം ഭേരയിലെ ഒരു പാലത്തിലിരുന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, മിർസ സത്യവാനാണെങ്കിൽ എന്നെയും കാദ്യാനിലെത്തിക്കുക, അഥവാ കള്ളവാദിയാണെങ്കിൽ ഇവിടെ തന്നെ എന്നെ നിർത്തുക. അതായത് ഭേരിൽ നിന്നും പിന്നെ എനിക്ക് പോവേണ്ട ഒരു കാര്യവുമില്ല. എഴുതുന്നു, 10ാം ക്ലാസ് പരീക്ഷ ഞാൻ കൊടുത്തത് റാവൽപിണ്ടിയിലാണ്. 1311 ഹിജ്രാബ്ദത്തിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിഡിൽ ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഞാൻ 1898 പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എന്റെ സഹോദരൻ ഗുലാം ഇലാഹി എന്നെ കാദിയാനിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ആ സമയത്ത് ഞാൻ മിർസ സാഹിബിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തു. അപ്പോൾ അവിടെ ചെറിയ പള്ളിയാണ് ഉണ്ടായിരുന്നത്. കുറച്ചു ദിവസം അവിടെ നിന്ന ശേഷം ഞാൻ എന്റെ സഹോദരനോടൊപ്പം ഭേരിയിലേക്ക് തിരികെ വന്നു. ഹസ്രത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബ് എന്റെ സഹോദരന്റെ പരിചയക്കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കത്തെഴുതുകയുണ്ടായി, നിന്റെ സഹോദരൻ അബ്ദുൾ റൌഫിനെ കാദിയാനിലേക്ക് അയക്കുക. പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 1899 വീണ്ടും ഞാൻ കാദിയാനിലെത്തി. മൗലവി സാഹിബിനെയും ഹസ്രത്ത് സാഹിബിനെയും ഞാൻ കണ്ടു. മൗലവി സാഹിബിന് എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയാമായിരുന്നു. എന്നാൽ ഞാൻ ഒരു പാവപ്പെട്ടവനായിരുന്നു. അതായത് അക്കാലത്തെ കണക്കിന് അദ്ദേഹം വിദ്യാധനനായിരുന്നു, എന്നാൽ ഒരു പാവപ്പെട്ട ആളായിരുന്നു. അതിനാൽ മൗലവി സാഹിബ് മദ്രസയിൽ എനിക്ക് ഒരു ജോലി നൽകി. 1899 8 രൂപ മാസ ശമ്പളത്തിൽ പ്രൈമറിയിലെ 2 ക്ലാസുകളിൽ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അക്കാലത്ത് 6-7 ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. മിഡിലിലെ അവസാന ക്ലാസുകൾ ഉണ്ടായിരുന്നില്ല. അധ്യാപക വൃത്തി ഞാൻ 1902 വരെ ചെയ്തു. അക്കാലത്ത് മൗലാന ഷേർ അലി സാഹിബ് ആയിരുന്നു മദ്രസയിൽ ഹെഡ് മാസ്റ്റർ. ഞാൻ പ്രൈമറി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും 5 നേരവും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിയുടെ കൂടെ നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. മൗലവി അബ്ദുൽ കരീം സാഹിബ് ആയിരുന്നു അപ്പോൾ ഇമാമായി നിന്നിരുന്നത്. 5 നമസ്കാരത്തിലും ഹസ്രത്ത് സാഹിബിന്റെ സദസ്സിൽ ഞാൻ ഇരിക്കുമായിരുന്നു. വീട്ടിൽ നിന്നും വന്ന ശേഷം നമസ്കാരത്തിന് മുമ്പേ തന്നെ ഹസ്രത്ത് സാഹിബ് തന്റെ ഇൽഹാമുകളും കശ്ഫുകളും സ്വപ്നങ്ങളും വിവരിക്കുമായിരുന്നു. അതിൽ നിന്നും ഞാനും ആനന്ദം കൊള്ളുമായിരുന്നു. നമസ്കാരത്തിന്റെ അവസരത്തിൽ, അതായത് നമസ്കാര സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ തിരുമ്മി കൊടുക്കുമായിരുന്നു. വിരലുകളുടെ ഞെട്ടും ഒടിച്ചു കൊടുക്കുമായിരുന്നു. ഹസ്രത്ത് സാഹിബ് മഗ്രിബിന് ശേഷം പള്ളിയിൽ ഭക്ഷണം വരുത്തിക്കുമായിരുന്നു. ഞാനും അതിഥികൾക്കൊപ്പം പള്ളിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഹസ്രത്ത് സാഹിബിന്റെ ബാക്കി ഭക്ഷണവും
മധുര ഭക്ഷണങ്ങളും തബറുക്ക് എന്ന നിലയിൽ ഞാൻ രുചിക്കുമായിരുന്നു. മഗ്രിബ് നമസ്കാരാനന്തരം ഹസ്രത് സാഹിബ് മസ്ജിദ് മുബാറക്കിലെ ഷാഹ് നഷീനിൽ ഇരിക്കുമായിരുന്നു. വൈവിധ്യങ്ങളായ ദൈവിക വചനങ്ങളും കശ്ഫുകളും സ്വപ്നങ്ങളും കേൾപ്പിക്കുമായിരുന്നു. മിസ്റ്റർ ഡോയി, ചിറാഗുദ്ദീൻ ജമ്മുക്കാരൻ, മൗലവി കറംദീൻ ഭീംകാരൻ തുടങ്ങിയവരെ കുറിച്ചുള്ള ഇൽഹാമുകളും സ്വപ്നങ്ങളും വിവരിക്കുമായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ പരാമർശത്തിന്റെ ആവശ്യമില്ല. മാസ്റ്റർ അബ്ദുൾ റൌഫ് സാഹിബിനെ കുറിച്ച് കൂടുതലായി ഇവിടെ അടിക്കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇദ്ദേഹം സദർ അഞ്ജുമൻ അഹമ്മദിയയുടെ പെൻഷൻ പറ്റുന്ന ആളായിരുന്നു. താലിമുൽ ഇസ്ലാം ഹൈസ്കൂൾ കാദിയാനിലെ ഹെഡ് ക്ലാർക്കായിരുന്നു. 1899 കാദിയാനിൽ വന്നു. 1902 വരെ അധ്യാപകനായിരുന്നു. അതിനുശേഷം റിവ്യൂ ഓഫ് റിലീജിയൻസിന്റെ ഓഫീസിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. 1906 മുതൽ 1927 വരെ ഹൈസ്കൂളിലെ ഹെഡ് ക്ലാർക്കായിരുന്നു. ഇദ്ദേഹം പറയുന്നു, സൂര്യ ചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ടായിരുന്ന കാലം മുതൽക്ക് ഞാൻ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമയെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു നിവേദനമുള്ളത് ഹസരത്ത് മൗലവി മുഹമ്മദ് അബ്ദുൽ അസീസ് സാഹിബിന്റേതാണ്. ഇദ്ദേഹം മൗലവി അബ്ദുള്ള സാഹിബിന്റെ പുത്രനാണ്. ഇദ്ദേഹം 1904 ബയ്യത്ത് ചെയ്തത്. പറയുന്നു, ഞാൻ എന്റെ ബയ്യത്തിനെയും ഞാൻ ദൃക്സാക്ഷ്യം വഹിച്ച ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമയുടെ സംഭവങ്ങളെയും കുറിച്ച് പറയുന്നതിനു മുമ്പ് എന്റെ മർഹൂം പിതാവ് ജനാബ് മൗലാന മൗലവി അബ്ദുള്ള സാഹിബ് മഖ്ഫൂ സഹാബി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമയെ കുറിച്ച് അല്പം പറയുന്നത് ആവശ്യമാണെന്ന് കരുതുന്നു. ഇദ്ദേഹത്തിന്റെ സംഭവങ്ങൾ വളരെ ഹൃദയാവർദ്ധകമാണ്. കാരണം ഇദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമയെ വളരെയധികം പരീക്ഷിക്കുവാൻ ശ്രമിക്കുകയും പിന്നീട് പൂർണ്ണമായും തൃപ്തി കൈവരിച്ച ശേഷം മാത്രം ബയ്യത്ത് ചെയ്യുകയുമുണ്ടായി. എന്തായാലും ഇദ്ദേഹം എഴുതുന്നു, അദ്ദേഹവും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ നേരിട്ടുണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവയൊന്നും എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. അപ്പോഴേക്കും അദ്ദേഹം വിട പറഞ്ഞു, അതായത് വഫാത്ത് ആവുകയുണ്ടായി. അതുകൊണ്ട് ഒരു ചൊല്ലുപോലെ അൽ വലദു സിറുൻ ലി അബീഹി, പാസിൽ ഒരു ചൊല്ലുണ്ട്, വ ചീസെ കെ പിതർ തമാം ന കുനദ് പിസ്റിഷ് തമാം കുനദ് റൂബയാനെ കർമഹാലാത്ത്, അതായത് പിതാവിന് ചെയ്യാൻ കഴിയാതെ പോയ കാര്യം മകൻ ചെയ്യേണ്ടതാണ്. എന്തായാലും പറയുന്നു, എന്റെ വന്ധ്യപിതാവ് മൗലവി മുഹമ്മദ് അബ്ദുള്ള ഓഫ് ഗഹ്മീം പോസ്റ്റ് ഷറഹ്പൂർ ജില്ല ഷേഖുപുര, അദ്ദേഹം അഹ്ലെ ഹദീസ് ചിന്താഗതിക്കാരനായിരുന്നു. സമുദായത്തിലെ വലിയ ലീഡറായിരുന്നു. മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ബട്ടാൽവിയും മൗലവി നസീർ ഹുസൈൻ സാബ് ദഹൽവിയും കൂടി അദ്ദേഹത്തെ അഞ്ജുമൻ അഹ്ലെ ഹദീസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി നിയോഗിച്ചിരുന്നു. ആ പ്രദേശത്ത് ഇദ്ദേഹം വലിയ ലീഡറായി ഗണിക്കപ്പെട്ടിരുന്നു. അവിടുത്തുകാരുടെ പ്രാതിനിധ്യവും ഇദ്ദേഹം ചെയ്തിരുന്നു. ഹേ ഗുലാം നബി ജില്ല ഗുരുദാസ്പൂരിലെ അഹ്ലെ ഹദീസുകാർ ഇദ്ദേഹത്തെ ഖ്യാതി കാരണം തങ്ങളുടെ അടുക്കലേക്ക് വിളിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ഇവിടെ അടുത്ത് കാദിയാൻ എന്ന ഒരു പ്രദേശമുണ്ട്. അദ്ദേഹം തനിക്ക് ഇൽഹാം വരുന്നതായി വാദിക്കുന്നുണ്ട്. ഒരു മകൻ ജനിക്കുമെന്ന് അദ്ദേഹം ഒരിക്കൽ പ്രവചിക്കുകയുണ്ടായി. എന്നാൽ ഒരു മകളാണ് ആദ്യം ജനിച്ചത്. അതിനുശേഷം മകൻ ജനിക്കുകയുണ്ടായി. എന്നാൽ മകൻ പെട്ടെന്ന് തന്നെ മരിക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തെ കണ്ടുകൊണ്ട് നമുക്ക് ഒരു സംവാദത്തിന് ഏർപ്പാട് ചെയ്യാം. കാരണം അവരുടെ കണക്ക് പ്രകാരം ഇനി ഇൽഹാം വഹിയുമൊന്നും സംഭവ്യമായിരുന്നില്ല. അത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രവചനങ്ങളും ഒരുപാട് നിലവിലുണ്ടായിരുന്നു. അവർ ഇദ്ദേഹത്തെ വിളിച്ചു സംവാദം നടത്താനായി പറഞ്ഞു. അക്കാലത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് യാതൊരു വാദവും ഉണ്ടായിരുന്നില്ല. ഇൽഹാമുകൾ ലഭിച്ചുകൊണ്ടിരുന്നു, അത് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നു എന്ന് മാത്രം. ഹുസൂർ ബറാഹിന അഹമ്മദിയ എഴുതുകയായിരുന്നു ആ സമയത്ത്. ഈ നിവേദകൻ തന്റെ പിതാവ് കാദിയാനിൽ എത്തിയതായ സംഭവം പറയുന്നു. ഹുസൂറുമായി മുസ്ലിം മൗദിനെ കുറിച്ച് ഉള്ള പ്രവചനത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ ഇൽഹാം ശരിയാണെങ്കിൽ ആൺകുട്ടിയെ കുറിച്ചുള്ള പ്രവചനം എന്തുകൊണ്ട് പുലർന്നില്ല? ആദ്യം പെൺകുട്ടി ജനിച്ചു, പിന്നീട് ആൺകുട്ടി ജനിച്ചു.
പെട്ടെന്ന് ആൺകുട്ടി മരണപ്പെടുകയുമുണ്ടായി. എന്താ പ്രവചനങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണോ ഉണ്ടാവാറ്? कहते हैं നിവേദകൻ എഴുതുന്നു, എന്റെ പിതാവ് പറയുമായിരുന്നു, അദ്ദേഹത്തോട് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ആരാഞ്ഞു, फरमाया ഹസ്രത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ കുറിച്ച് വല്ല പ്രവചനവും നടത്തിയിരുന്നുവോ? पेशगोई മൗലവി സാഹിബ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിക്ക് മറുപടി നൽകി, അതെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. हज़रत सल्लल्लाहु अलैहि वसल्लम की पेशगोई है हज के बारे में। ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം हज़रत मसीह मौद ഇത് കേട്ട് പറഞ്ഞു, അത് ആ വർഷം തന്നെ പൂർത്തിയാവുകയും ചെയ്തുവോ? ആ മഹാത്മാവ് ഹജ്ജ് ചെയ്താണോ തിരികെ വന്നിട്ടുണ്ടായിരുന്നത്? ഇത് കേട്ട നിവേദകന്റെ പിതാവ് പറഞ്ഞു, ആ വർഷം ഹജ്ജ് ഉണ്ടായില്ല, എന്നാൽ അതിനടുത്ത വർഷം എന്തായാലും ഹജ്ജ് നടന്നിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, ഈ വർഷം തന്നെ ആൺകുഞ്ഞ് പിറക്കുമെന്ന് ഞാൻ എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്? ഇത് അള്ളാഹുവിന്റെ പ്രവചനമാണ്, ഇത് പൂർത്തിയാവുന്നതാണ്. തീർച്ചയായും പ്രവചന സാക്ഷാത്കാരം ഉണ്ടാവുന്നതാണ്. ഏതു വർഷം പൂർത്തിയായാലും ശരി, അത് ഒരു വർഷത്തെ കാലാവധിയിലൊന്നും സംഭവിക്കുന്നതല്ല. ഒരു നിശ്ചിത കാലയളവ് അതിന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു. വേറെ ആക്ഷേപങ്ങളൊന്നും മൗലവി സാഹിബിനുണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം ഈ പ്രവചനം പൂർത്തിയായില്ല എന്ന് ശഠിച്ചുകൊണ്ടേയിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം അതിനുശേഷം 22 മെയ് 1886 ഇറക്കിയ വിജ്ഞാപനത്തിൽ 9 വർഷത്തെ കാലാവധി വാഗ്ദത്തപുത്രൻ ജനിക്കുവാൻ വേണ്ടി നിർണയിക്കുകയുണ്ടായി. അതിനുശേഷം ഒരുപാട് മറ്റു വിജ്ഞാപനങ്ങളിലും ഇതേക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഈ നിവേദകൻ സ്വയം തന്നെ ഈ പ്രവചനം പുലർന്നുവെന്നും മുസ്ലിം മൗദ് ഭൂജാതനായി എന്നും എഴുതുന്നുണ്ട്. ഇദ്ദേഹം തുടരുന്നു, ഹസ്രത്ത് മസീമദിനോട് ചർച്ച ചെയ്യാൻ വന്ന എന്റെ പിതാവ് അറബി പാർസി വിജ്ഞാനത്തിൽ അഗ്രഗണ്യനായിരുന്നു. അറബി ഗ്രാമറുകളും തർക്കശാസ്ത്രങ്ങളും ബദീ ബയാൻ എന്നീ വിജ്ഞാന മേഖലകളിലും അദ്ദേഹം അതുല്യനായിരുന്നു. തന്റെ ജ്ഞാനചിന്തയാൽ ഈ ആത്മജ്ഞാനത്തിൽ നിന്നും ഉത്തരം പ്രത്യുത്തരങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതായത് ഹസ്രത്ത് മസീഹ് മൗദുമായുള്ള സംവാദത്തിൽ നിന്നും ഒരു പ്രയോജനവും നേടിയില്ല. സത്യമായ കാര്യമാണ്, കുല്ലു അംറിൻ മർബൂത്തിൻ ബി ഔഖാത്തിഹ, അതായത് എല്ലാ കാര്യത്തിനും നിർണിത സമയമുണ്ട്. ആ സമയത്ത് അദ്ദേഹം ധിക്കരിക്കുന്നതിൽ ശഠിച്ചു നിന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ വാക്ക് കേൾക്കുകയുണ്ടായില്ല. ഹുസൂർ അദ്ദേഹത്തിന്റെ അറിവ് അളന്നറിയുകയുണ്ടായി. അദ്ദേഹത്തോട് സംസാരിച്ചതിൽ അദ്ദേഹം ജ്ഞാനിയാണെന്ന കാര്യം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിക്ക് പിടികിട്ടിയിരുന്നു. അദ്ദേഹം, അതായത് മസീഹ് അലൈഹി ഇസ്ലാം കാരുണ്യമെന്നോണം അദ്ദേഹത്തോട് പറഞ്ഞു, മൗലവി സാഹിബ്, ഞാൻ ശത്രുക്കളുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി ബറാഹിൻ അഹമ്മദിയ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ 10,000 രൂപ പാരിതോഷികമുള്ള ഒരു വെല്ലുവിളിയും നടത്തിയിട്ടുണ്ട്. അടുത്തു തന്നെ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ്. താങ്കൾ ഇവിടെ തങ്ങുകയും പ്രസിദ്ധീകരിക്കപ്പെടുന്നതിനു മുമ്പ് അതിന്റെ പ്രൂഫ് പരിശോധിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഈ സേവനത്തിന് അർഹിക്കുന്ന പ്രതിഫലവും താങ്കൾക്ക് ലഭിക്കുന്നതാണ്. മൗലവി മുഹമ്മദ് അബ്ദുൽ അസീസ് സാബ്, അതായത് നിവേദകൻ, തന്റെ പിതാവിനെ കുറിച്ച് പറയുന്നു, പരിതാപകരമെന്ന് പറയട്ടെ, അദ്ദേഹം അത് സ്വീകരിച്ചില്ല. വെറും കൈയാൽ തിരികെ പോവുകയുണ്ടായി. ഈ ധിക്കാരം 10-16 വർഷം നീണ്ടുനിന്നു. എന്നാലും എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ നന്മയുണ്ടായിരുന്നു. ഭാഗ്യവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആരെങ്കിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിയെ കുറിച്ച് അസഭ്യം പുലമ്പുകയോ നിന്ദയോടെ സ്മരിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ അദ്ദേഹം അത് തടയുമായിരുന്നു. പറയുമായിരുന്നു, അള്ളാഹു നമ്മെ അവിശ്വാസികളുടെ ബിംബങ്ങളെ തെറിവിളിക്കുന്നതിൽ നിന്നു പോലും തടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള വേറെ ഗുണങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അവ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടുവാൻ വഴിവെക്കുകയും ചെയ്തു. തുടർന്ന് എഴുതുന്നു, ഇങ്ങനെ 1902 വരെ അദ്ദേഹം ഇക്കാര്യത്തിൽ മൗനം ദീക്ഷിച്ചുകൊണ്ടിരുന്നു. 10-16 വർഷം പിന്നിട്ടു. ഈ കാലയളവിൽ അദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിയുടെ ഗ്രന്ഥങ്ങളായ ജംഗെ മുഖദ്ദസ്, ആയിനെ കമാലാത്ത് ഇസ്ലാം എന്നിവ വായിക്കുകയുണ്ടായി. ഇക്കാരണത്താൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് ശങ്കകൾ ദൂരീകരിക്കപ്പെട്ടു. മൗലവി സാഹിബിന്റെ ഉള്ളിൽ ഉദിച്ചു വന്നിരുന്ന അനേകം ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ 2 ഗ്രന്ഥങ്ങളും നൽകി കഴിഞ്ഞിരുന്നു. എന്നാൽ വേറെ പല പുത്തൻ ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം 21 ചോദ്യങ്ങൾ കുറിച്ചെടുക്കുകയുണ്ടായി.
और 1902 में 1902 ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിയുമായി സംവാദത്തിനായി കാദ്യാനിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുകയുണ്ടായി. അവിടെ കാദ്യാനിൽ ആരോടും പറയാതെ നേരിട്ട് മസ്ജിദ് മുബാറക്കിൽ അദ്ദേഹം പോവുകയുണ്ടായി. सीधे गए और मस्जिद मुबारक में तशरीफ ले गए. അവിടുത്തെ ആൾക്കാരോട് ഒന്നും തന്നെ ചോദിക്കാൻ നിന്നില്ല. നേരെ മസ്ജിദ് മുബാറക്കിലാണ് പ്രവേശിച്ചത്. അതിന്റെ കാരണം ഞാൻ പറയുന്നതാണ്. ഒരു നമസ്കാര സമയത്താണ് അദ്ദേഹം എത്തിയത്. ജമാഅത്തോടുകൂടി അദ്ദേഹം നമസ്കരിക്കുകയുണ്ടായി. ആരോടും ഒന്നും പറയാതിരിക്കുവാനുള്ള കാരണം ഇതായിരുന്നു. ആൾക്കാർ അന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നത് മിർസ സാഹിബ് പീറുമാരെ പോലെ 2 ഏജന്റുമാരെ വെച്ചിട്ടുണ്ട് എന്നായിരുന്നു. അവർ അതിഥികളോട് എല്ലാ കാര്യവും തിരക്കി അകത്തുപോയി മസീഹ് അലൈഹി ഇസ്ലാമിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു. മിർസ സാഹിബിന്റെ മുറിയിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് വാതിലുകളുണ്ട് എന്നൊക്കെ വിചിത്രങ്ങളായ കഥകളാണ് അവർ ഉണ്ടാക്കിയിരുന്നത്. വെവ്വേറെ ഉദ്ദേശങ്ങൾക്കായി പ്രത്യേകം വാതിലുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മിർസ സാഹിബ് തന്നെ കാണുവാൻ വന്ന അതിഥികളെ കുറിച്ച് എല്ലാ വിവരവും അറിഞ്ഞതിനാൽ അവരോട് സ്വയം താങ്കളുടെ പേര് ഇന്നതല്ലേ, താങ്കൾ ഇന്ന സ്ഥലത്തു നിന്നും ഇന്ന കാര്യത്തിനായി വന്നതല്ലേ എന്നൊക്കെ ചോദിക്കും തുടങ്ങിയവ. ഇതെല്ലാം കേൾക്കുന്ന അതിഥികൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസം വരുന്നതാണ്. ഇത്തരം കഥകളായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. എഴുതുന്നു, ഇക്കാര്യങ്ങൾ ശ്രവിക്കുമ്പോൾ അതിഥികൾ ഇദ്ദേഹം തീർച്ചയായും വലിയതാണെന്ന്, ഇദ്ദേഹം സ്വയം കാര്യങ്ങൾ ഗ്രഹിച്ചതാണെന്നും കരുതുവാൻ തുടങ്ങും. ഇത്തരം ചിന്തകളൊക്കെ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിയെ കാണുവാൻ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്ന പക്ഷം ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കുന്നതല്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചുറച്ചിരുന്നു. അത് കാരണമാണ് പള്ളിയിൽ നേരിട്ട് വന്നതും ആരോടും ഒന്നും ചോദിക്കാതിരുന്നതും. പിന്നീട് ഇദ്ദേഹം തന്നെ ഇക്കാര്യങ്ങളൊക്കെ തെറ്റാണെന്നും എതിരാളികളുടെ കറ്റുകെട്ടാണെന്നും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും നമസ്കാര സമയമായതിനാൽ ഇദ്ദേഹം ജമാഅത്തോടുകൂടി നമസ്കരിച്ചു. നമസ്കാര ശേഷം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഷാഹ് നഷീനിൽ ഉപവിഷ്ടനായി സദസ്സിന് അഭിമുഖമായിക്കൊണ്ട് അദ്ദേഹം ഇരുന്നു. കണ്ടുമുട്ടിയുടൻ മൗലവി സാഹിബ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ ആരും കാണാതെ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിയുടെ പാദങ്ങൾ തിരുമുവാൻ തുടങ്ങി. അപ്പോൾ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, അള്ളാഹുവിന്റെ നബിമാരെ പരീക്ഷിക്കുന്നത് ശരിയായ കാര്യമല്ല. അതായത് കാല് തിരുമുവാനായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിയത്ത്. അത് പിന്നീടാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞത് അള്ളാഹുവിന്റെ നബിമാരെ പരീക്ഷിക്കുന്നത് ശരിയായ കാര്യമല്ല. അള്ളാഹു പെട്ടെന്ന് തന്നെ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഹൃദയത്തിൽ ഇക്കാര്യം വിട്ടുകൊടുക്കുകയായിരുന്നു. അതായത് ഈ പാദം തിരുമുന്നതിന്റെ പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ട്. എന്തായാലും ഇതൊരു ദൃഷ്ടാന്തമായിരുന്നു. ഹുസൂറുമായുള്ള ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ ഇത് അദ്ദേഹം കാണുമാറായി. മൗലവി സാഹിബിന് വിശ്വാസത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ ഇത് സഹായകമായി. മകൻ പിതാവിനെ കുറിച്ച് പറയുകയാണ്. എന്തായാലും അൽഹംദുലില്ലാ. പിന്നീട് എഴുതുന്നു, കാര്യമെന്തെന്ന് വെച്ചാൽ മൗലവി സാഹിബ് പറയുമായിരുന്നു, ഞാൻ ഹദീസിലെ ഒരു നിവേദനം വായിച്ചിരുന്നു. ഇമാം മെഹദിയുടെ സത്യസാക്ഷ്യത്തിന് ഒരു തെളിവായി വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാദങ്ങൾ വളഞ്ഞതായിരിക്കില്ല, മറിച്ച് പരന്നതായിരിക്കും. അതായത് ഫ്ലാറ്റ് ഫൂട്ടഡ് ആയിരിക്കും എന്ന് പറയാവുന്നതാണ്. ഉപ്പൂറ്റിയിൽ അധികം കുഴിയുണ്ടാവുന്നതല്ല. അതോർത്തായിരുന്നു അദ്ദേഹം ഹുസൂറിന്റെ പാദങ്ങൾ പിടിച്ചതും തിരുമുവാൻ വേണ്ടിയായിരുന്നില്ല പിടിച്ചത്. പ്രത്യുത കുഴിയുണ്ടോ എന്നറിയാനാണ് പിടിച്ചത്. അങ്ങനെ 2 ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം കാണുകയുണ്ടായി. ഹുസൂറിന്റെ പാദങ്ങളിൽ ഹസ്രത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച പോലെ അധികം കുഴിയുണ്ടായിരുന്നില്ല. രണ്ടാമതായി ഹുസൂർ സ്വയം തന്നെ പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ നബിമാരെ പരീക്ഷിക്കുന്നത് ശരിയായ കാര്യമല്ല. എന്നാൽ ഒരുപാട് പേർ ഹുസൂറിന്റെ പാദങ്ങൾ തിരുമുമായിരുന്നു. എന്നാൽ ആരോടും തന്നെ ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഇപ്രകാരം പറയുകയുണ്ടായിട്ടില്ല. അതായത് അള്ളാഹുവിന്റെ നബിമാരെ പരീക്ഷിക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് തിരുമുന്നവൻ പരീക്ഷണാർത്ഥമാണ് തിരുമുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചത്? അത് സത്യത്തിൽ പരീക്ഷിക്കുവാൻ വേണ്ടി തന്നെ ആയിരുന്നു താനും. ഇത് അദ്ദേഹം തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട സുവ്യക്ത ദൃഷ്ടാന്തമായിരുന്നു. അങ്ങനെ ഈമാനി ഉണർവ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പിന്നീട് എഴുതുന്നു, ഇതിനുശേഷം മൗലവി സാഹിബ് പറഞ്ഞു, ഹുസൂർ, എന്റെ പക്കൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഉത്തരവുണ്ടെങ്കിൽ ചോദിക്കുന്നതാണ്. ഹുസൂർ അനുമതി നൽകി. മൗലവി സാഹിബ് ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചു. മൗലവി സാഹിബിന്റെയും ഹുസൂറിന്റെയും സംഭാഷണങ്ങൾ ക്രമാനുക്രമമായി എഴുതി ചേർത്തിരിക്കുകയാണ്. മൗലവി സാഹിബ് ചോദിക്കുന്നു, ഹസരത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷണം നൽകിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഹസരത്ത് ഉമ്മൈമൻ എന്നായിരുന്നു ഇവരുടെ പേര്. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും അല്ലെങ്കിൽ അധിക പ്രാവശ്യവും തനിക്കുണ്ടാകുന്ന പുതിയ പുതിയ വഹികൾ അവർക്ക് കേൾപ്പിക്കുമായിരുന്നു. അത് കേട്ട് അവർ വളരെയധികം ആഹ്ലാദഭരിതരാവുമായിരുന്നു. ഏതുവരെ എന്നാൽ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയുണ്ടായി.
ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു बकर सिद्दीक ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഒരു ദിവസം ആ മാതാവിനെ കാണുവാൻ പോവുകയുണ്ടായി. भी एक दिन वाल അതായത് ഹദരത്ത് ഉമ്മ ഐമനെ കാണുവാൻ പോയി. उम्मे अमन ആ മാതാവ് കരയുവാൻ തുടങ്ങി. साहिबा रोने लगे, അദ്ദേഹം ചോദിച്ചു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആയതിനാലാണോ നിങ്ങൾ വിലപിക്കുന്നത്? ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അത് പൂർത്തിയായിരിക്കുന്നു. जो पूरी हुई ആ മാതാവ് പറഞ്ഞു, അല്ല, മറിച്ച് ഞാൻ കരയുന്നതിന്റെ കാരണം इसलिए रोती ഇൻകത്തത്തിൽ വഹി, के तातिल അതായത് ഇന്ന് വഹി മുറിഞ്ഞു പോയിരിക്കുന്നു. कते हो गई। അങ്ങനെ ആ മാതൃതുല്യ വഹി മുറിഞ്ഞു പോയിരിക്കുന്നുവെന്ന് അംഗീകരിക്കുമ്പോൾ आप कैसे ഹദരത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വഹിയുണ്ടെന്ന് सवाल था നിങ്ങൾക്ക് എങ്ങനെ വാദിക്കുവാനാവും? के बाद ये सवाल ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. मुस्लिम के जमाने में तो इनके ताए वही हो चुका है, अब किस तरह वही हो सकती है? आप कहते हैं मुझे वही होती है। മസീഹ് അലൈഹി ഇസ്ലാം तक़द्दुस मसीह मौद अलैहिस्सलाम ने फरमाया, അദ്ദേഹത്തോട് ചോദിച്ചു, क्या आप കുന്തും ഖൈറ ഉമ്മത്തിൻ എന്ന के मतहत तस्लीम करते ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിനെ ശ്രേഷ്ഠ സമുദായമായി താങ്കൾ കണക്കാക്കുന്നുണ്ടോ? मैं मानता हूँ। മൗലവി സാഹിബ് പറഞ്ഞു, അതെ, ഞാൻ അംഗീകരിക്കുന്നു. ഹദരത്ത് അഖ്ദസ് പറഞ്ഞു, आप ये भी तस्लीम ഔഹേതു ഇലൽ ഹവാരിയീൻ और है तो വ ഔഹാ റബ്ബുക ഇലൻ നഹൽ വ ഔഹൈന ഇലാ ഉമ്മി മൂസ होगा इला नहल, എന്ന ആയത്തുകളുടെ ആധാരത്തിൽ മസീഹിന്റെ ഹവാരികൾക്കും की वालदा और മൂസായുടെ മാതാവിനും തേനീച്ചകൾക്കും വഹി ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട് वही लाई हुई और എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? മൗലവി സാഹിബ് പറഞ്ഞു, തീർച്ചയായും ഉണ്ടായിരുന്നു, होती है। ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. बड़ा अच्छा है। തബ്ലീഗിന് ഉപകരിക്കുന്ന ഒരു നല്ല വാദപ്രതിവാദമാണിത്. हज़रत तक़द्दुस ഹദരത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുകയുണ്ടായി, എന്നാൽ ഈ ഉമ്മത്ത് മസീഹിന്റെ ഹവാരിമാർ, മൂസയുടെ സമുദായത്തിലെ സ്ത്രീകൾ, മൃഗങ്ങൾ എന്നിവയേക്കാൾ അധപ്പതിച്ചതാണോ? उन्हें तो वही അവർക്കൊക്കെ വഹിയുണ്ടായിട്ടുണ്ടെങ്കിൽ ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വഹിയുണ്ടാകുന്നില്ല എന്നത് ആശ്ചര്യമായിരിക്കുന്നു. മൗലവി സാഹിബ് പറഞ്ഞു, ഈ വഹികളെ കുറിച്ച് ഖുറാനിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട്, എന്നാൽ മുഹമ്മദി ഉമ്മത്തിൽ വഹിയുണ്ടാകുമെന്ന वही होगी। പരാമർശം എവിടെയെങ്കിലും ഉണ്ടോ? ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം അപ്പോൾ പറഞ്ഞു, മുൻകഴിഞ്ഞ ഉമ്മത്തുകളിൽ വഹി ഉണ്ടായിരുന്നു എന്ന് താങ്കൾ സമ്മതിച്ചിരിക്കുകയാണ്. സൂറ ഫാത്തിഹ ഇല്ലാതെ നിങ്ങൾ अल्लाह ने सूरह फातिहा में दुआ നമസ്കാരം തന്നെ ഇല്ല എന്നും എല്ലാ റക്കാത്തുകളിലും ഇത് നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതാണെന്നും വിശ്വസിക്കുന്നില്ലേ? फर्ज है അപ്പോൾ സിറാത്തല്ലസീന അൻഅംത അലൈഹിം, अलैहिम അതായത് അള്ളാഹുവെ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ഞങ്ങൾക്ക് കാട്ടിത്തരണമേ, इनाम किया ആ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും भी अता फरमा। ഏകിടണമേ. जब उन लोगों में അവരിൽ വഹിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു, है, ഇപ്പോഴും ഉണ്ട് താനും. लोगों में वही का इनाम मौजूद। അപ്പോൾ ഈ ദുആ പ്രകാരം ഈ ഉമ്മത്തിൽ എന്തുകൊണ്ട് വഹി ഉണ്ടാവുന്നതല്ല? दूसरे ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, രണ്ടാമത്തെ കാര്യം ഇതാണ്, हवाला कि इन्नल्लज़ीना ഇന്നല്ലസീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു तखाफू वला വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. तिल्लती അതായത് ആരാണോ ഞങ്ങളുടെ നാഥൻ അല്ലാഹു ആണെന്ന് പറയുകയും അക്കാര്യത്തിൽ സ്ഥിരചിത്തത കാണിക്കുകയും ചെയ്യുന്നത്, मुस्तकीम हो गए, അടിപതറാതെ നിന്നത് साबित कदम हुए। ആരാണോ അവരിൽ അല്ലാഹു താലയുടെ മലക്കുകൾ ഇറങ്ങുന്നതാണ്. ये मत खौफ അവർ പറയുന്നതാണ്, ഭയപ്പെടേണ്ട കാര്യമില്ല, ഭീതിയുടെയും ആവശ്യമില്ല, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് दिया गया है। ഞങ്ങളിതാ നിങ്ങൾക്ക് സുവാർത്ത അറിയിക്കുന്നു. आया कि इस आयत से ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, ഈ ആയത്ത് പ്രകാരം മലക്കുകൾ മുഖാന്തരമുള്ള उम्मत के വഹി ഇറങ്ങേണ്ടത് ആവശ്യമാണ്. जरूरी है। ഉമ്മത്തിലെ വിശ്വാസികൾക്കും സ്ഥിരചിത്തർക്കും ഇത് അത്യാവശ്യമായ കാര്യമാണ്. ഹദരത്ത് മസീഹ് ഇസ്ലാം തുടർന്ന് പറഞ്ഞു, മൂന്നാമത്തെ കാര്യം, ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ, उम्मत के लिए അതായത് ശ്രേഷ്ഠ സമുദായത്തിലെ വിശ്വാസികൾക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സുവാർത്തയുണ്ട്. ഈ സുവാർത്തകൾ വഹിയല്ലെങ്കിൽ മറ്റെന്താണ്? तो और क्या है? ഈ വിഷയത്തെ അധികരിച്ച് സംവാദ സമയത്ത് മറ്റനേകം ആയത്തുകളും വഹി ഇറങ്ങുന്നതിന് തെളിവായി ഹുസൂർ വിശദീകരിച്ചിട്ടുണ്ട്. മൗലവി സാഹിബ് പറഞ്ഞു, ഈ ആയത്തുകൾ പ്രകാരം ഈ ഉമ്മത്തിനു വേണ്ടി വഹി ഇറങ്ങുമെന്ന കാര്യം സത്യം തന്നെ. यही साबित होती है और इस उम्मत के लिए है जो എന്നാൽ സുബൂത്തെ വഹി ഫി ഹാസിൽ ഉമ്മ, अതായത് ഈ ഉമ്മത്തിൽ मौजूद था വഹി ഉണ്ടാകുന്നു എന്നതിന് തെളിവായ कि इनका ഖുറാനിക ആയത്തുകൾ ഇരിക്കെ ആ മാതൃതുല്യായ സ്ത്രീ കദിൻ കത്തത്തിൽ വഹി എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവർക്ക് ഇക്കാര്യം അറിയില്ലായിരുന്നുവോ? साहब ഹദരത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറഞ്ഞു, कि इस जगह മൗലവി സാഹിബ്, അൽ വഹി എന്ന പദത്തിൽ അലിഫ്ലാം എന്തിനാണ് വന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരിക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന വഹിയെ കുറിച്ചാണ് ഇവിടെ അലിഫ്ലാം സൂചിപ്പിക്കുന്നത്. അത്തരം വഹികളായിരുന്നു ഹുസൂർ ദിവസവും ആ മാതാവിന് കേൾപ്പിക്കാറുണ്ടായിരുന്നത്. ആയതിനാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന ഖുറാനികവും ശരീഅത്തുപരവുമായ
വഹി തീർച്ചയായും നിലച്ചു കഴിഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാം. നിലച്ചു തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്നും എല്ലാ തരത്തിലുള്ള വഹികളും ഖയാമത്ത് നാൾ വരേക്കും ബന്ധാണെന്ന് എങ്ങനെ സ്ഥാപിക്കുവാൻ സാധിക്കും? ഖുറാനിക വചനങ്ങളിൽ സ്പഷ്ടമായ നിലയിൽ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് പരാമർശങ്ങൾ ഉണ്ട് താനും. മൗലവി സാഹിബ് ഇത് കേട്ട് നിശബ്ദനായി വേറെ പുതിയ ചോദ്യങ്ങളൊന്നും ഉന്നയിച്ചുമില്ല. 21 ചോദ്യങ്ങളിൽ ഒന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് തൃപ്തി കൈവന്നു. ഹദരത്ത് അഖ്ദസ് അലൈഹി സ്വലാം അതിനുശേഷം ഒരു സുദീർഘവും ആശയുക്തവും ആയ പ്രഭാഷണം നൽകുകയും ഒരുപാട് തെളിവുകളും നിരത്തുകയും ചെയ്തു. മൗലവി സാഹിബ് കുറിച്ചു കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങൾക്കും അതുവഴി മറുപടി ലഭിക്കുകയുണ്ടായി. മൗലവി സാഹിബ് മറ്റു ചോദ്യങ്ങളൊന്നും ഉന്നയിച്ചില്ല. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം തന്റെ പ്രഭാഷണത്തിലൂടെ അവയ്ക്കൊക്കെ മറുപടി നൽകുകയുണ്ടായി. ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കീശയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി ആരോടും തന്നെ ഇക്കാര്യം അദ്ദേഹം സംസാരിച്ചിട്ടുമുണ്ടായിരുന്നില്ല. മൗലവി സാഹിബ് അത്ഭുത പരതന്ത്രനായി ഇദ്ദേഹത്തിന് വഹി ലഭിക്കുന്നില്ല എങ്കിൽ എന്റെ കീശയിലുള്ള ചോദ്യങ്ങളെ കുറിച്ച് അറിവ് ഇദ്ദേഹത്തിന് ആരാണ് നൽകിയത് എന്ന് അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട കാരണത്താൽ അല്പം മൗനം അവലംബിച്ചു. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഹുസൂർ കൈ നീട്ടിയാലും ഞാൻ അങ്ങയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്യുന്നതാണ്. അദ്ദേഹം അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബയ്യത്ത് ചെയ്തു. അതിനുശേഷം ഹുസൂറിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ ഒരു തരത്തിലുള്ള ആരോപണവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലും ആത്മജ്ഞാനത്തിലും ദിനം പ്രതി പുരോഗതി ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനുശേഷം 1-ാം ഖലീഫയുടെ ബയ്യത്തിൽ ഒന്നും പറയാതെ തന്നെ അദ്ദേഹം പ്രവേശിച്ചു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സ്ഥാനിയിലും ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഒരിക്കലും യാതൊരു തരത്തിലുള്ള സംശയങ്ങളും അദ്ദേഹത്തിന് വരാനിടയായില്ല. അൽഹംദുലില്ലാഹ് അലാ സാലിക്. പിന്നീട് ഈ മകൻ എഴുതുന്നു, ഇദ്ദേഹം ബയ്യത്ത് ചെയ്ത് തിരിച്ചു വന്നു. ഇദ്ദേഹത്തിനെ പിൻപറ്റിയിരുന്ന ദുആശീലനായ പിതാവും അവിടത്തെ അധിക പേരും ആദ്യം പറഞ്ഞിരുന്നത്, മൗലവി സാഹിബ് ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിക്ക് ബയ്യത്ത് ചെയ്യുകയാണെങ്കിൽ നാം എല്ലാവരും തന്നെ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്ത് പ്രവേശിക്കുന്നതാണ് എന്നായിരുന്നു. എന്നാൽ സംഭവിച്ചത് എന്തായിരുന്നു? ഇദ്ദേഹം ബയ്യത്ത് ചെയ്തപ്പോൾ എല്ലാവരും ശത്രുക്കളായി തീർന്നു. ഇദ്ദേഹത്തെ വധിക്കുവാൻ പോലും അവർ ആസൂത്രണം ചെയ്യുകയുണ്ടായി. എന്നാൽ വളരെയധികം സ്ഥൈര്യത്തോടും ദൃഢപാദങ്ങളോടും കൂടി അവരെ അദ്ദേഹം നേരിടുകയുണ്ടായി. സ്നേഹപൂർവ്വം തബ്ലീഗ് നടത്തിക്കൊണ്ടിരുന്നു. ഏകദേശം 18 വർഷക്കാലം ഇദ്ദേഹം ഓണററി മുബല്ലിഗായി സേവനമനുഷ്ഠിച്ചു. ഇദ്ദേഹം മുഖാന്തരം ഏകദേശം 300-300-ലധികമോ പേർ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഇതൊക്കെയായിരുന്നു നിവേദനങ്ങൾ ഞാൻ ഇന്നത്തേക്കായി നിങ്ങളുടെ മുൻപിൽ വെച്ചത്. കുറച്ച് ആളുകളുടെ സംഭവങ്ങളാണ് ഇവിടെ വിവരിക്കപ്പെട്ടത്. ഇവർ ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്തുകൊണ്ട് ഈമാനിൽ പുരോഗമിക്കുകയും അള്ളാഹുവിന്റെ സത്തയിൽ ആത്മജ്ഞാനം അധികരിക്കുകയും ചെയ്യുകയുണ്ടായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രേമാതിരേകങ്ങളുടെ പുതിയ വശങ്ങളും അവർക്ക് അനുഭവവേദ്യമായി. ഇങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹാധിക്യമുള്ളതിനാൽ ആ മഹാത്മാവിന്റെ സത്യസന്ധനായ പ്രേമിയോട്, അതായത് ഹസ്രത്ത് മസീഹ് ഇസ്ലാമിനോടും പ്രതിബദ്ധതയും ആത്മാർത്ഥതയും സ്നേഹവും മറ്റെല്ലാ ഭൗതിക ബന്ധങ്ങളിലുള്ളതിനേക്കാളും അധികമായി അവർക്ക് സ്ഥാപിക്കുവാൻ സാധിച്ചു. അല്ലാഹു താല ഈ മഹാത്മാക്കളിൽ 1000 കാരുണ്യവും അനുഗ്രഹവും വർഷിക്കുമാറാകട്ടെ. നമ്മയും ബയ്യത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരാക്കി അള്ളാഹു തീർക്കുമാറാകട്ടെ. നാം നമ്മളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. ഇക്കാര്യത്തിൽ ബദ്ധശ്രദ്ധ ചെലുത്തേണ്ട കാര്യമുണ്ട്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒരു അതിദാരുണമായ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. അതിന്റെ വിശദീകരണങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. കറാച്ചിയിൽ ജുമാക്ക് ശേഷമായിരുന്നു സംഭവം എന്ന് തോന്നുന്നു. ഒരു കുടുംബം പോവുകയായിരുന്നു. കറാച്ചിയിലെ നാസിം ഉമൂറെ തലബായും കുടുംബവുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം മോട്ടോർ സൈക്കിളിലും ബാക്കിയുള്ളവർ വണ്ടിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് മേൽ ഫയറിംഗ് ഉണ്ടായി. ഈ ചെറുപ്പക്കാരൻ ഷഹീദാവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വണ്ടിയിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ബാക്കി ബന്ധുമിത്രാദികൾക്ക് പരിക്കേൽക്കുകയുണ്ടായി. അള്ളാഹു താല ഷഹീദിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. വിശദ വിവരങ്ങൾ ലഭിക്കുന്ന പക്ഷം എന്തായിരുന്നു സ്ഥിതിഗതികൾ എന്ന് മനസ്സിലാവുന്നതാണ്. ഈ പരിക്കേറ്റവരുടെ അവസ്ഥ കുഴപ്പമില്ലെന്നും അപകടനില തരണം ചെയ്തു എന്നുമാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അള്ളാഹു ഇവരെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിക്കുവാനും പെട്ടെന്ന് തന്നെ പൂർണ്ണാരോഗ്യം ലഭിക്കുവാനും ദുആ ചെയ്യുക. ഗട്ടിയാലയിൽ നിന്നും ഇതുപോലെ ഒരു ഷഹാദത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു താല ഈ ഷഹദാക്കളുടെ പദവി ഉയർത്തുമാറാകട്ടെ. ഈ പരിക്കേറ്റവർക്കും വേണ്ടിയും ദുആ ചെയ്യുക.
പോരാതെ പാകിസ്ഥാനിൽ പൊതുവെയും ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരുപാട് ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലാഹു താല എല്ലാ അഹമ്മദികളെയും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ഇതുകൂടാതെ ഞാൻ ഒരു ജനാസി നമസ്കരിപ്പിക്കുന്നതാണ്. ബഹുമാന്യ സയ്യിദ അമത്തുർ റഹ്മാൻ സാഹിബ, ഇവർ സയ്യിദ് അബ്ദുൽ ഗനി ഷാ സാഹിബ് മർഹൂം ഓഫ് റബുവയുടെ ഭാര്യയാണ്. ദീർഘകാലത്തെ രോഗാവസ്ഥയ്ക്ക് ശേഷം ഒക്ടോബർ 15 ഇവർ ചരമം പ്രാപിക്കുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ ഖുറേഷി അബ്ദുർ റഹ്മാൻ സാഹിബ് സഹാബി ഹസരത്ത് മസീഹ് ഇസ്ലാമിയുടെ പുത്രിയായിരുന്നു. വളരെ നന്മ നിറഞ്ഞവരും നമസ്കാര വ്രതാദികളിൽ നിഷ്ഠ കാണിക്കുന്നവരുമായിരുന്നു. കഴിവിനപ്പുറം ധനത്യാഗങ്ങളിൽ പങ്കെടുക്കുന്നവരായിരുന്നു. എല്ലാവരുമായും നല്ല രീതിയിൽ ഇടപഴകുമായിരുന്നു. അതിഥി സൽക്കാര പ്രിയയുമായിരുന്നു. സൗമ്യപ്രകൃതിയും ലളിത ജീവിതം നയിക്കുന്നവരുമായിരുന്നു. പാകിസ്ഥാനിൽ ജലസയുണ്ടായിരുന്ന കാലത്ത് 50ഓളം അതിഥികൾ ഇവരുടെ വീട്ടിലുണ്ടാകുമായിരുന്നു. ലങ്കർഖാനയിൽ നിന്നുള്ള ഭക്ഷണം കൂടാതെ ഇവർ പ്രത്യേകം ഭക്ഷണവും ഒരുക്കിയിരുന്നു. സദാസമയവും ചായ തയ്യാറാക്കുമായിരുന്നു. ദരിദ്ര പെൺകുട്ടികളുടെ കല്യാണവേളയിൽ ദാരിദ്ര്യ നിമിത്തം അവർക്ക് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കാത്തത് കണ്ടാൽ അവർ സ്വന്തം ആഭരണങ്ങൾ ഊരിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ആഭരണങ്ങൾ പതിയെ പതിയെ തീരുകയുണ്ടായി. മക്കളെ എല്ലായ്പ്പോഴും ജമാഅത്തിനെ സേവിക്കാൻ ഉണർത്തുമായിരുന്നു. അതിന്റെ ഫലമായി തന്നെ ഇവരുടെ മക്കൾ ജമാഅത്തിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. മൂസിയായിരുന്നു ഇവർ. 1953 വസിയത്ത് ഭാഗവാക്കാകുകയുണ്ടായി. ഇവരുടെ 2 ആൺമക്കൾ വഖഫ് ജിന്ദഗിയാണ്. ഒന്ന് വഖഫ് ജദീദിലെ മൗല്യമാണ്, മറ്റൊന്ന് അബ്ദുള്ള നദീം സാഹിബാണ്. അദ്ദേഹം പലസ്തീനിലായിരുന്നു, ഇപ്പോൾ ചെറിയയിലാണ്. ജനാസിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുവാനുമായില്ല. അല്ലാഹു തആല ഇവർക്കും ക്ഷമയും ധൈര്യവും പകരുമാറാകട്ടെ. ഇവരുടെ നന്മയെ തുടർന്നു കൊണ്ടുപോകാൻ ഇവർക്ക് തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരുടെ ഒരു പൗത്രനും മുറബിയാണ്. റബുവയിൽ നസാർ ഇഷാത്തിൽ ആണ് ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു പോരുന്നത്. അപ്രകാരം തന്നെ ഇവരുടെ ജമാതാവ് മുനീർ ജാവേദ് സാഹിബ് ഇവിടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അങ്ങനെ ഇവരുടെ വീട്ടിൽ 4 പേർ വഖഫ് ജിന്ദഗികളാണ്. അല്ലാഹു താല ഇവർക്ക് തങ്ങളുടെ മക്കളെ കുറിച്ചുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മക്കളെ നന്മയിൽ മുന്നേറുന്നവരാക്കി തീർക്കുമാറാകട്ടെ. മർഹൂമയുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും ധൈര്യവും നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.